പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഇപ്പോൾ കുറച്ച് ചീര പറിച്ചിട്ടു. ചീരയൊക്കെ പറിച്ച് നമ്മളതിൻ്റെ വേരൊക്കെ കട്ട് ചെയ്ത് പറിക്കണ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചീര ഇപ്പോൾ ഡെയിലി വേണമെങ്കിൽ പറിക്കാം കേട്ടോ. നമ്മളിങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക ചെയ്തത്. നമ്മളിതിൻ്റെ ഈ മരട് പാകമാവോളം നമ്മളത് പറിച്ചിട്ട് മരട് പാകമാക്കിയിട്ട് പിന്നെയാണ് നമ്മളത് കട്ട് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഒരു 3 കളർ ചീര, ഇത് നല്ല റെഡ് കളറ്, പിന്നെ വേറൊരു കളറുണ്ട് അതിൻ്റെ അടുത്ത് കണ്ടില്ലേ, അത് വേറെ കളറ്, പിന്നെ പച്ച കളറുണ്ട്. പിന്നെ 3 കളർ ചീര ഇതില്ലോ. പിന്നെ ഈ കോഴിച്ചീര നമ്മൾ പൂവനായിട്ട് എടുക്കുന്ന ആ ഒരു ചീരയുണ്ട് കേട്ടോ. ചീര ഇപ്പം നമ്മൾ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ പറിക്കുന്നത് കേട്ടോ. ഇങ്ങനെ പറിച്ച് ഇങ്ങനെ നമ്മൾ ആ മരട് പാകമാകുമ്പോൾ നമ്മൾ വളം ചെയ്യുള്ളൂ കേട്ടോ. വളം ചെയ്ത് അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വലുതാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. എന്നിട്ട് പറിച്ച് ഇത് മരട് പാകമാകുമ്പോഴാണ് നമ്മൾ പറിച്ചിട്ട് ഇതാക്കുന്നത്. ഇത് കണ്ടില്ല, ഇത് ഇവിടെയൊക്കെ കോഴിച്ചീര കേട്ടോ, പൂവുണ്ടാണ് കോഴിച്ചീര. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വഴുതനങ്ങ ഉണ്ട്. ഇവിടെ വഴുതനങ്ങ, നമ്മൾ തെച്ചിപ്പൂവ്, ഇതൊക്കെ നല്ല പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവിടെയൊക്കെ പൂക്കളാണ്. ഈ ഭാഗത്ത് ഇത് നിറയെ പൂക്കളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മളെ ഇത് ഒരു പ്രത്യേക തരം ചീരയാണ്, വാത്താങ്കര ചീര എന്ന് പറയും കേട്ടോ. അത് നമ്മൾ ഓൺലൈനിൽ വരുത്തിയതാണത്. ഇതിൻ്റെ ആ തലൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ, തെച്ചിൻ്റെ അത് നല്ല അങ്ങോട്ട് പൂവിട്ടുണ്ട്. ഞാനിതിൻ്റെ മുൻപ് ഒന്ന് കാണിച്ചതാണത്. നല്ല മുട്ടുകളുണ്ടായിട്ടുണ്ട്. ഇത് ഈ റോസ് ഇങ്ങനെ നമ്മളെല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ്. ഇങ്ങനെ പൂവ് കരിഞ്ഞ അപ്പം നമ്മളത് കട്ട് ചെയ്തിട്ട് കൊടുക്കും കേട്ടോ. നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്താലാണ് നമുക്ക് വേറെ പൂക്കൾ നല്ല ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ ആ പൂവ് അങ്ങനെ ഉണങ്ങി താമസം പിടിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇതുണ്ടല്ലേ, പൂച്ചെടിയാണിത് കേട്ടോ. നല്ല മഞ്ഞ കളറാണ്, നിറയെ പൂക്കളുണ്ട്. അതൊക്കെ ഇപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇപ്പം ഉണ്ടാവണതാണത്. അതുപോലെ തന്നെ ഇവിടെ യൂഫോർബിയ ഉണ്ട്. ഇതൊക്കെ ഇലച്ചെടികളുണ്ട്. തെച്ചിൻ്റെ പൂക്കൾ ഇങ്ങനെ മുട്ടകൾ ഉണ്ടായിട്ട് വരുന്നുണ്ട്. അത് കാണിക്കാനാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു ചട്ടിയിൽ നിറയെ തെച്ചിൻ്റെ പൂക്കളാണ് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് അതിൻ്റെ ആ മുട്ടുകളിങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് ഇനിയിപ്പോൾ ഒരു ആഴ്ചൻ്റെ ഉള്ളിലൊന്ന് വിരിഞ്ഞതൊരു ബൊക്കെ രൂപത്തിലാവട്ടോ. നല്ലത് എല്ലായിടത്തും ഇതിൻ്റെ കണ്ടില്ലേ, ഇതിൻ്റെ മുട്ടുകൾ ഇവിടെ നിറയെ മുട്ടുകളുണ്ട്. ഇങ്ങനെ ഈ ഇതുണ്ട്, ഇവിടെയൊക്കെ മുട്ടുകളാണ് കേട്ടോ. പിന്നെ അതുപോലെ ഈ ഒരു ചെടി, ഇതിൻ്റെ ആദ്യം ഈ ചെടി നല്ല ഭംഗിയായിരുന്നു കാണാൻ കേട്ടോ. ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ അത് അത്ര ഒരു ഭംഗി കിട്ടുന്നില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ ആദ്യം ഇത് കുറച്ചുകൂടി വലുപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ മരം വലുതായപ്പോൾ അത് ചെറുതായിട്ടും കേട്ടോ. ഈ ഓലച്ചെടി നമ്മൾ ഇതിൻ്റെ ഈ ഹോസ്പിറ്റൽസ് പൈപ്പിന്മേൽ നമ്മൾ ഇടയ്ക്കത് കാണിക്കണതാണ് കേട്ടോ. ഇത് ഇതുണ്ടല്ലേ, ഈ ഇലച്ചെടി നല്ല മഞ്ഞ കളറാണ് കേട്ടോ. പിന്നെ ഇതിന്മേലും ഈ ഒരു തെച്ചിന്മേലും പൂവുണ്ടാവുന്നുണ്ട് കേട്ടോ. മുട്ടിങ്ങനെ വരുന്നുണ്ട്, കുറേ മുട്ട് പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ വളം ചെയ്യുന്നതിനനുസരിച്ച് അതിങ്ങനെ തളിരലും മുട്ടും ഇങ്ങനെ പൂക്കളുമായിട്ടിങ്ങനെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഇതിന്മേൽ ഇത് കണ്ടില്ലേ, ഇത് മഞ്ഞ കളറാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു പോലെ പോകുന്നത് മഞ്ഞ ഒരു കാവി കളറാണ് കേട്ടോ നമ്മൾ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ റെഡ് കളറുണ്ട്. പിന്നെ ഇതൊക്കെ പൂവ് ഏകദേശം കഴിഞ്ഞതാണ് കേട്ടോ. വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് പൂക്കളടക്കം കരിയുന്നുണ്ട്, ആ ജാതി വെയിലാണ്. എന്നാൽ ഇടയ്ക്ക് മഴയും കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് കോളാമ്പി, അതിന് ഈ വെയിലത്ര പറ്റണില്ല, നല്ല വെയിലാണ്. വെയിലിൻ്റെ കാഠിന്യം കൊണ്ടാണ് അതിൻ്റെ ഇതൊക്കെ കരിഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ പുതിയതായിട്ട് നട്ടതാണ് കേട്ടോ. ഈ ചട്ടിയിലുള്ള ഈ ഓലച്ചെടി ഇവിടെ അത്
അതൊക്കെ ഇപ്പോൾ ഒരു 2-4 ചട്ടിയിൽ നമ്മളുള്ള അവിടെ പിന്നെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് തണലിൽ വെച്ച് നമ്മൾ പിടിച്ചെന്ന് കണ്ടാൽ പിന്നെ നമ്മളത് പിന്നെ വെയിലുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ മാറ്റി വെക്കലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇന്ന് ഒരുപാട് മീനുകളെ ഈ മീൻ കൊത്തിപ്പൊന്മാൻ പിടിച്ച് പോയിട്ടുണ്ട്. ഞാൻ ഈ ഒരു വല എടുത്തിട്ട് പിന്നെ ഒരു കൊപ്ര ഉണക്കിയിരുന്നു, അതിൻ്റെ മുകളിലിട്ടു. അപ്പോൾ മീൻ കൊത്തിപ്പൊന്മാൻ ഒരു മീനങ്ങനെ പിടിക്കണതാണ് കണ്ടത്. നമ്മൾ ഈഗിൾ ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും കാണുന്നില്ല ഇപ്പോൾ. മോളി അങ്ങനത്തെ പിന്നെ ഇതിനൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എത്ര എണ്ണം പിടിച്ച് പോയി എന്നിപ്പോൾ ഒരു 1-2 ദിവസത്തിൻ്റെ ഉള്ളിലേ അറിയുള്ളൂ. നമ്മൾ രാത്രിയൊക്കെ വന്ന് നോക്കുമ്പോൾ മാത്രമേ ഇപ്പോൾ നമുക്ക് കാണാൻ പിന്നെ പറ്റുള്ളൂ. ഇതിലൂടെ ഈ റെഡ് പ്ലാന്റ് നല്ല ഉഷാറായി. ഇത് നമ്മൾ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയിട്ടോ, നല്ല പിന്നെ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തൈകളുണ്ട്. ഇതിൻ്റെ ഇടയിൽ പുല്ല് വന്നിട്ടുണ്ട്. ഇനി പുല്ല് പറിച്ചൊരു വളം ചെയ്യുക. അതിൻ്റെ ചുറ്റുഭാഗത്തും റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഈ റെഡ് പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിങ്ങനെ നന്നാവണതിനനുസരിച്ച് നമ്മൾ വളമൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പിന്നെ നല്ലൊരു ബോർഡർ ആവും. ഇതിപ്പോൾ ഇനി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പച്ചയും പിന്നെ ഇതിൽ ഒരേ ലെവലിൽ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു പിന്നെ ഈ പിന്നെ ഇത് ആ ഒരു ഭംഗി കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു കുളത്തിൽ ആമ്പലുണ്ടായിരുന്നത് പിന്നെ വെള്ളം പിന്നെ ഈ ഒരു പൊട്ട് ഇങ്ങനെ കൂടിയിട്ടേ, ഈ ഒരു മരം ഇവിടെ ഉണ്ടായതുകൊണ്ട് പന ഇവിടെ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ പൊട്ട് കൂടിയിട്ട് വെള്ളം നിൽക്കുന്നില്ല. അപ്പോൾ നമ്മളിതിങ്ങനെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട കേട്ടോ. ഇത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പൈപ്പ് ഒരു 10 മിനിറ്റ് പൈപ്പ് ഇങ്ങനെ തുറന്ന് വിടുന്നുള്ളൂ. അല്ലാതെ നമ്മളിതിലേക്ക് എന്നും വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതിൽ തീരെ ലീക്കില്ല കേട്ടോ. നമ്മൾ നല്ല കട്ടിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കിണറിൻ്റെ ഒക്കെ റിങ്ങിനെക്കാട്ടിലും ഡബിൾ കട്ട് ചെയ്തതിനുണ്ട് കേട്ടോ. ഏകദേശം നമ്മളൊരു ചാണോളം കട്ടി ഇതിനുണ്ട്. അതിപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിച്ചു തന്നാൽ അറിയുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഈ ഭാഗം വരെയാണ് ഇതിൻ്റെ കട്ടി കേട്ടോ. ഏകദേശം ഒരു ചാണിലേറെ കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണത് പിന്നെ ലീക്ക് വരാത്തത്. പിന്നെ നമ്മളിവിടെ വേണ്ടിയില്ല ഈ പിന്നെ പുല്ല് ഇടുന്നു. നല്ല പനിയാണ് കേട്ടോ, നല്ല പനിയുണ്ട്. പിന്നെ അപ്പോൾ പനിയൊക്കെ ഗുളിക കുടിച്ച് ഇങ്ങനെ പനി ഇങ്ങനെ വിട്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ പിടിക്കുമെന്ന് കരുതിക്കൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എന്ത് വേണമെങ്കിലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. ചിലപ്പം നിർദ്ദേശത്തോടു കൂടി വിമർശനങ്ങളും ഉണ്ടാവും. എല്ലാം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അതുപോലെ തിരുത്താൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് വിമർശനങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ ഈ പുല്ല് നമ്മളിങ്ങനെ നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടേക്ക് ഈ പുല്ലിന് വളമിട്ട് മഴ അങ്ങനെ കിട്ടുമ്പോൾ ഇതിനൊരു ഉണക്കം വരുന്നുണ്ട് കേട്ടോ. മഴ കിട്ടിയാൽ നമ്മളിത് പിന്നെ നനച്ചിട്ടില്ല. ഈ സ്പ്രിങ്ക്ലർ ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതിങ്ങനെ കണ്ട് തുറന്നാൽ വേണ്ടിയില്ല അങ്ങനെ നനയും. അപ്പോൾ നമുക്കത് പാത്രത്തിൽ നിന്ന് മുക്കിയിട്ട് നനക്കൊന്നും വേണ്ട കേട്ടോ. ഒന്ന് തുറന്ന് വിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ മഴ പെയ്തതുകൊണ്ടാണ് നമ്മളത് പിന്നെ നനക്കാത്തത്. അപ്പോൾ അതിനൊരു ഉണക്കിൻ്റെ ഒരു പ്രശ്നം ഇങ്ങനെ വരുന്നുണ്ട്. ഇതൊരു വാഗയാണ് കേട്ടത്. ഈ വാഗ നമ്മൾ പിന്നെ അതിൻ്റെ വലിയൊരു വാഗ ഇവിടെ ഉണ്ടായിരുന്നു. അത് ഇവിടെ ഒരു ശല്യമായി ഒരു തണൽ ഇങ്ങനെ ഈ പുല്ലൊക്കെ നാശമായപ്പോൾ നമ്മളവിടുന്ന് ഒഴിവാക്കിയതാണ് കേട്ടോ. അതുപോലെ പിന്നെ നമ്മൾ കണ്ടില്ലേ ഈ ആസ്പെറ്റോസിൻ്റെ പൈപ്പിൽ ഒരു 8 പൈപ്പിൽ അവിടെ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ വലിയ പൈപ്പിൽ നമ്മളൊരു വള്ളിച്ചെടി വെച്ചിട്ടുണ്ട്. നല്ലൊരു പൂവുണ്ടാകുന്ന ചെടിയാണ്. അത് നമ്മളെത്ര പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ പൈപ്പ് കൂടി അങ്ങനെ മേലേക്ക് ചാടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് കേട്ടോ. ചാടിയില്ലെങ്കിൽ നമുക്ക് വലിയ വള്ളി കൊടുത്തിട്ട് അത് അടിയിലേക്ക് ഇറക്കിയിട്ട് മണ്ണ് നിറച്ചിട്ട് അതിൽ ഇറക്കണം എന്ന് കരുതുന്നുണ്ട്. പിന്നെ ഇവിടെ കണ്ടില്ല, ഇവിടെ കുറച്ച് റോസ് ഉണ്ട് കേട്ടോ. ഇത് ജ്യേഷ്ഠൻ്റെ വീടാണ്.
അവിടെ റോസ് നല്ല റോസ് ഉണ്ട് കേട്ടോ. ഇവിടെ റോസും പിന്നെ ഇവിടെയുണ്ട് റോസ്, നല്ല വാസനയുള്ള റോസാണല്ലോ നമ്മളെടുത്തുണ്ടത്. ഈ റോസ് ഉണ്ട്. അപ്പോൾ ഞാൻ വല്ലാതെ ഈ വീഡിയോ നെറ്റിക്കൊണ്ടുപോകണം, പനിയാണെന്ന് പറഞ്ഞില്ലേ, ഒരു സുഖം പോരാ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.